നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മഞ്ജരി, നിന്റെ ഫോണിൽ എന്തു പറ്റി ദേവേട്ട? തരാൻ പറഞ്ഞില്ലേ? ഏട്ടന്റെ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ. നീ നിന്റെ ഫോണിങ്ങിതാ. പാർത്തി, എന്റെ ഫോണിങ്ങിതാ. ദേവേട്ട, എന്താ ഇത്? ആർക്കാ ഫോൺ ചെയ്തേ? അനാമികയെ വിളിച്ചതാ. അവളെല്ലാ നമ്പറും ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. ബ്ലോക്ക് ചെയ്തെന്നു? നിങ്ങളുടെ നമ്പർ മാത്രമല്ല, എന്റെ നമ്പറും ബ്ലോക്ക് ചെയ്തിരിക്കുക. എന്താ പറയുന്നത്? അനാമിക അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്താ? അതിനൊരു ചാൻസും ഇല്ല. അതെ, ഒരു മിനിറ്റ്. ദേവേട്ട, നിങ്ങളും അനാമികയും തമ്മിൽ എന്താ പ്രശ്നം ഉണ്ടായത്? പറയൂ ദേവേട്ട. അനാമികയ്ക്ക് ഓഫീസിലെ ജോലി ഉള്ളതുകൊണ്ട് രാത്രി വരില്ലെന്ന് പറഞ്ഞില്ലേ, അത് സത്യമാണോ? പറയൂ ദേവേട്ട, എന്താ ഉണ്ടായത്? പയ്യന്റെ വീട്ടിലുള്ളത്. കുറച്ചു കഴിഞ്ഞിട്ട് അവനെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. താൻ ആദ്യം അയാളെ ജീപ്പ് കയറ്റി അവിടെ നിന്ന് പോകാൻ നോക്ക്. അത് കഴിഞ്ഞ് അവനെ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാം. എന്റെ മകളെ പോലും അവൻ എനിക്കെതിരായി തിരിച്ചല്ലേ. അതുകൊണ്ട് അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എന്തായടോ പാർത്തി? നന്ദ ഇവിടെ തന്നെ ഉണ്ട്, പറഞ്ഞോ. എന്റെ മോളെ വിട്ടിട്ട് പോകാൻ പറഞ്ഞത് നീ കേട്ടില്ലല്ലോ. അതുകൊണ്ട് എന്റെ മോള് ചാവുന്നതിന് പകരം നീ അങ്ങ് ചാവും. പാർത്തി, അവന്റെ അവസാന നിലവിളി എനിക്ക് കേൾക്കണം. അച്ഛൻ ഇത്ര മോശമായിട്ട് ചിന്തിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നിങ്ങൾ എന്റെ അച്ഛനാണെന്ന് പറയാൻ പോലും. എന്തിനടുത്തിയടിയ ദേവേട്ട? പ്രേമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അടുക്കരുതെന്ന് പറയും തോറും അവർക്ക് അടുക്കാനുള്ള തോന്നൽ കൂടുതലായി ഉണ്ടാവും. നിങ്ങൾ അങ്ങനെ ചെയ്യരുതായിരുന്നു ദേവേട്ട. ഞാൻ പിന്നെ വേറെന്ത് ചെയ്യണമെന്നാ പറയുന്നേ? എന്നോട് പറയാമായിരുന്നില്ലേ? ഞാനിത് മയത്തിൽ ഹാൻഡിൽ ചെയ്യുമായിരുന്നല്ലോ.